ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്കെന്താ ഗോൾഡ് യൂറോ യൂഎസ്ഡി ഇതിൻ്റെ രണ്ട് ലെവൽസ് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ അതോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഫസ്റ്റ് നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ല, ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ മോർണിംഗ് തന്നെ ഇന്നൊരു എൻട്രി ഉണ്ടായിരുന്നത് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരു ടൈമിൽ തന്നെ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരു എൻട്രി കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അടുത്തായിട്ട് നോക്കാൻ പറ്റുന്ന ലെവൽസ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഗോൾഡിൻ്റെ ഇന്നലത്തെ ലെവൽസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഇവിടുത്തെ ഒരു എൻട്രി ആയിരുന്നു. ഇതിന് ശേഷം ഒരു മൈനർ ട്രെൻഡിലൊരു എൻട്രിക്കായിരുന്നു ഞാൻ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഡയറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് ചെയ്ത് പിന്നീട് മുകളിലോട്ട് വരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ല, പിന്നീട് ഒന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്ത് ഒരു പുൾ ബാക്കും കൂടെ ഇതിന് മുകളിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് പിന്നെ ട്രെൻഡ് റിവേഴ്സിൽ നോക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴും എന്താണ് ഹൈനെ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് സെല്ലിലേക്ക് തന്നെയാണ് ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൈനർ ട്രെൻഡാണ് ഗോൾഡിലുള്ളതെന്ന് നമുക്കറിയാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിനുശേഷം എന്താണ് ഹൈല ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നു. ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കിട്ടി. പിന്നെ ഇന്നലെ നോക്കുകയാണെങ്കിൽ നൈറ്റ് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് ഒന്ന് ടച്ച് ചെയ്തു. ഇന്നത്തെ ദിവസം മോർണിംഗ് നോക്കുകയാണെങ്കിലാണ് ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഹൈനെ വീണ്ടും സ്വീപ്പ് ചെയ്ത് നമുക്ക് 1 മിനിറ്റിലെ കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ട്രേഡായിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ട് ആ ഗ്രൂപ്പിലേക്കും എൻട്രി വന്ന ടൈമിൽ ഞാൻ ഗ്രൂപ്പിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധ്യത മാത്രമായിരുന്നു ഇതിനകത്ത് ഗോൾഡിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്നിട്ട് എന്താണ് ഈ ഒരു ലോയിനെയാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതെന്താണ് സെല്ലിലേക്കുള്ളൊരു മൈനർ BOS ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന ഒരു സെല്ലിലേക്കുള്ളൊരു ഇൻഡ്യൂസ്മെൻറ്റോ പ്രീമിയർ സെല്ലിംഗ് സോണിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലേക്കൊക്കെ വരുവാണെങ്കിൽ കൺഫർമേഷൻ നോക്കി അതിൻ്റെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ തന്നെ സെല്ലിലേക്ക് തന്നെ നോക്കി പോകാനായിട്ട് പറ്റും. ഇനി ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്ന് ഇവിടുന്ന് ഈ ഒരു ഹൈനെയാണ് ബ്രേക്ക് ചെയ്യാന്നിരിക്കട്ടെ. ഈ ഒരു ഹൈനെയാണ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത ബൈയിലേക്കായിരിക്കും കൂടുതൽ നോക്കാനായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഏതെങ്കിലും ബൈയിങ് സോണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് ബൈയിലേക്ക് തന്നെ ട്രേഡുകൾ നോക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയായിരിക്കും കൂടുതൽ വരുന്നത്. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് അത്രത്തോളം മോർണിംഗ് കിട്ടുന്ന ഒരു എൻട്രീസൊക്കെ നോക്കിയാൽ മതി. പിന്നെ അങ്ങോട്ട് അധികം ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു സാധ്യതയാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത് കേട്ടോ. മാർക്കറ്റ് വന്ന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഈ ഒരു ലോയൊക്കെ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാം. പിന്നെ തൊട്ടടുത്ത് ഈ ഒരു ഏതെങ്കിലും ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെൻഡിങ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വന്നതിന് ശേഷം എന്താണ് നമുക്ക് ട്രെൻഡ് റിവേഴ്സിലും അഗ്രസീവായിട്ട് നോക്കാനായിട്ട് പറ്റും, ഇൻഡ്യൂസ്മെൻറ്റിലോ അല്ലെങ്കിൽ ബൈയിങ് സോണിലൊക്കെ. ഓക്കെ അല്ല, അപ്പോൾ ഇത്രയും സാധ്യതയാണ് ഗോൾഡിലാകെ കാണുന്നത്. ഗോൾഡ് ഇന്നലെ മോർണിംഗ് ഇതേ ടൈമിൽ തന്നെയായിരുന്നു ഏകദേശം ഒരു എൻട്രി ഉണ്ടായിരുന്നത്. കുറച്ച് ദിവസമായിട്ട് മോർണിംഗ് ആണ് കൂടുതലായിട്ട് എൻട്രീസ് വരുന്നത്. ഇന്നും ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് യൂറോ യൂഎസ്ഡിൻ്റെ കാര്യം കൂടെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ യൂറോ യൂഎസ്ഡിയിൽ ഇന്നലെ വീഡിയോ ചെയ്ത ടൈമിൽ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയപ്പോൾ എന്താണ് മോർണിംഗ് ആ ചെയ്ത ടൈമിലൊരു കൗണ്ടർ ട്രെൻഡ് ഇവിടെ നിന്നൊരു എൻട്രി ഉണ്ടായിരുന്നു. ഓക്കെ അല്ല, അതിനുശേഷം ആ ഒരു ട്രേഡ് എസ്സലായിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന് നെക്സ്റ്റ് ഇവിടുത്തെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് ബൈയിങ് സോണിലേക്കും വന്ന് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൗണ്ടർ ട്രെൻഡ് ആ ഒരു വ്യൂ കറക്റ്റായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു ട്രേഡ് എസ്സലായിട്ട് രണ്ടാമത്തെ ട്രേഡിലായിരുന്നു മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ ഒരു ട്രെൻഡിൽ പിന്നെ ബൈയിങ് സോണില്ല സെല്ലിംഗ് സോണോ കാര്യങ്ങളൊന്നുമില്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ പ്രീമിയർ സെൽ സോണിൽ വരുവാണെങ്കിൽ എൻട്രി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എന്താണ് ഇവിടുത്തെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടല്ലോ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഹൈ ഒന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് മദർ ക്യാൻഡിലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നോക്കുവാണെങ്കിൽ അവിടെ ഒരു ഇതില്ലായിരുന്നു, സെല്ലിംഗ് സോണായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിലേക്ക് ലെവൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഹൈ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലാണ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു സെൽ സോൺ അവിടെ ഉണ്ടായിരുന്നു. ആ സെൽ സോണിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു എൻട്രി അവിടെ കിട്ടിയിട്ടുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ചെയ്തു, വീണ്ടും ബൈയിലേക്കൊരു ഇൻഡ്യൂസ്മെൻറ്റും കിട്ടി. അപ്പോൾ ഇതിൽ യൂറോ യൂഎസ്ഡിയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് നിന്ന് മോർണിംഗ് തന്നെ ഒരു എൻട്രി ഉണ്ടായിരുന്നു, ഒരു കൗണ്ടർ ട്രെൻഡ് എന്ന രീതിയിൽ. ഇന്നലെ നമ്മൾ കൗണ്ടർ ട്രെൻഡിൽ എങ്ങനെയാണ് എൻട്രി എടുത്തത് അതേപോലെ തന്നെ ഇന്നൊരു കൗണ്ടർ ട്രെൻഡിൽ എൻട്രി ഉണ്ടായിരുന്നു. രണ്ട് കൗണ്ടർ ട്രെൻഡിലെ എൻട്രീസ് നോക്കുകയാണെങ്കിലും എസ്സിലാണ് ഹിറ്റായിരിക്കുന്നത്. ഇതും മോർണിംഗ് ഉണ്ടായത് എൻട്രി തന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് എസ്സിൽ ഹിറ്റായിട്ടുണ്ട്. ഇനി അടുത്ത സാധ്യതകളെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മാർക്കറ്റ് എന്താണ് ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ഇൻഡ്യൂസ്മെൻറ്റ് ഇതിൽ ബൈയിലേക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ മൊത്തത്തിലുള്ള ലെവൽസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴത്തോടെ നോക്കുകയാണെങ്കിൽ ബൈയിങ് സോണും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ, ഇതൊരു നമുക്കൊരു ബൈയിങ് സോണായിട്ട് എടുക്കാം. ഇതിന് തൊട്ട് താഴേക്ക് നോക്കുകയാണെങ്കിലും ബൈയിങ് സോണും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതൊരു ബൈയിങ് സോണായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ല, അപ്പോൾ ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഒന്ന് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിലും നമുക്ക് യൂറോ യൂഎസ്ഡിയിൽ ബൈ നോക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നിന്നും കൺഫർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് താഴെയുള്ള ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ തൊട്ട് താഴെ ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം
നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈയിലേക്ക് തന്നെ നോക്കി പോകാം കേട്ടോ. ഇനി ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നിട്ട് 50 മിനിറ്റ് ഇതുപോലെ തന്നെ ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് ബൈയിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോയിലും നമുക്ക് കൺഫർമേഷൻ നോക്കിയിട്ട് മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കി പോകാനായിട്ട് പറ്റും. അത് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം മൈനർ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കി പോകാനായിട്ട് പറ്റും കേട്ടോ. ഈ രണ്ട് സാധ്യതകൾ മാത്രമാണ് രണ്ട് പേരിലും കാണുന്നത്. ഗോൾഡിലാണെങ്കിലും ഇവിടെ നിന്നൊരു മൈനർ ട്രെൻഡിൻ്റെ സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെ നോക്കാം. ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ബൈയിലേക്കായിരിക്കും ട്രെൻഡ് റിവേഴ്സലായിക്കോട്ടെ വരുന്നത്. ഇത്രയും സാധ്യത ഇന്നത്തെ ദിവസം ഉള്ളൂ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനും ശ്രമിക്കുക കേട്ടോ. മറ്റു നല്ല ലെവൽസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് അറിയിക്കാം കേട്ടോ.